കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലെ സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിന് മക്കളായ എല്ലാവരോടും പറയുവാനുള്ള കുറച്ച് കാര്യങ്ങൾ, ദൈവ അനുഗ്രഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഈ ലോകത്ത് ഇന്നും മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവരും ഒരപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആണ്. എല്ലാവരും മക്കളാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം ഇതാ: മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ, ഇത് നമ്മുടെ കർത്താവിന് പ്രീതികരമാണ്. എഫേസ്യർ 6: മക്കളെ, നിങ്ങൾ നമ്മുടെ കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ഉചിതമാകും.
നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. നിനക്ക് നന്മ ഭവിക്കാനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാനും വേണ്ടിയാണ് ഇത്. അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്കു പിന്നിൽ മാതാപിതാക്കളുടെ കണ്ണീരാണ്. കഷ്ടപ്പെട്ടു സ്വത്തുണ്ടാക്കി മക്കളെ പഠിപ്പിച്ചു വലിയവരാക്കി. പ്രായമായപ്പോൾ മക്കൾ അപ്പനെ അമ്മയെ അവഗണിക്കുന്നു. അവരുടെ ഹൃദയവേദന മക്കളുടെ ജീവിതത്തിൽ നിന്നും ദൈവകൃപയെ അകറ്റി നിർത്തുന്നു. ഒരിക്കല് ഒരമ്മ പറഞ്ഞ കാര്യം ഓർമ്മിക്കുകയാണ്. ഇടവഴിയിലെ വീട് സന്ദർശനത്തിന് ചെന്നപ്പോൾ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ്. അമ്മയും അച്ഛനും വർത്തമാനം പറയേ, വലിയ വേദനയോടെ അമ്മ പറയേ, അച്ഛാ, എനിക്ക് ഇറച്ചി തിന്നാൻ കൊതിയുണ്ട് അച്ഛാ. അച്ഛാ, എനിക്ക് മധുരം കഴിക്കാൻ കൊതിയുണ്ട് അച്ഛാ. അച്ഛാ, നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊതിയ. നല്ല വസ്ത്രം ധരിക്കാൻ വലിയ ആഗ്രഹമാണ്. ഇതെല്ലാം ഈ വീട്ടിലുണ്ട് അച്ഛാ. പക്ഷേ മകൾ എനിക്ക് തരില്ല. അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബം. മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാ മക്കൾക്ക് വേണ്ടി വീട്ടിൽ അലമാരിയിലും ഫ്രിഡ്ജിലുമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് കൊടുക്കില്ല, കാരണം അമ്മ കഴിച്ചിട്ടുള്ളതല്ലേ. മക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾ പോകുമ്പോൾ എല്ലാം മക്കൾക്ക്. ഈ അമ്മച്ചി പറയുക, മക്കൾക്ക് കൊടുത്തോട്ടെ അച്ഛാ, അവർ എൻ്റെ കുഞ്ഞു മക്കളല്ലേ, പക്ഷെ എനിക്കും തന്നുകൂടെ. കണ്ണീരോടെ കരയുന്ന അമ്മച്ചി. ഒരു കാലഘട്ടത്തിൽ ഈ അമ്മയും മരിച്ചുപോയ അപ്പനും രാത്രിയും പകലും കിടന്ന് പണിതുണ്ടാക്കിയത്. അവരെത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഇന്നെല്ലാം ഉണ്ട് ആയി വന്നപ്പോൾ ഈ അമ്മ ഒരു കഷണം ഇറച്ചിക്ക് വേണ്ടി കൊതിക്കുന്നു, അല്പം മധുരത്തിന് വേണ്ടി കൊതിക്കുന്നു, ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്നു, നല്ലൊരു വസ്ത്രത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാം ഉണ്ട്, പക്ഷെ ആ വീട്ടിൽ ഒന്നുമില്ലാത്തവളെ പോലെ ജീവിക്കുന്ന അവസ്ഥ ഗതികേട്. നിയമാവർത്തന പുസ്തകം 5:16 മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ള കൽപ്പനയുടെ പൂർണ്ണ രൂപമാണ്. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പ്രിയമുള്ളവരെ, 10 പ്രമാണങ്ങളിൽ മറ്റൊന്നുപോലും ഒരു വ്യവസ്ഥയോടെ അല്ല നമ്മുടെ ദൈവം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നത് ലഭിക്കാനായി ഇന്നത് ചെയ്യുക എന്ന് മറ്റൊരു കൽപ്പനയോടും ചേർത്ത് ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രതിഫലം കൃത്യമായി വാഗ്ദാനം ചെയ്യുന്ന ഏക കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. അപ്പൻ ദുർവൃത്തനായിരിക്കാം, മദ്യപാനി ആയിരിക്കാം, നിന്റെ കാര്യം അന്വേഷിക്കാത്ത വ്യക്തി ആയിരിക്കാം. അമ്മ വിവേചനം കാണിക്കുന്നവളായിരിക്കാം, അറിവ് കുറഞ്ഞവളായിരിക്കാം, കഴിവില്ലാത്തവളായിരിക്കാം, സൗന്ദര്യമില്ലാത്തവളായിരിക്കാം. കർത്താവ് പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തു പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് എന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ കഴിയും? പ്രഭാഷകന്റെ പുസ്തകം 7:27-28. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഉണ്ടായിരുന്ന ഒരു ഇടവകയിൽ സംഭവിച്ച കാര്യം.
അതും അത്യാവശ്യം സമ്പത്തുള്ള കുടുംബം. സ്വത്ത് ഭാഗം ചെയ്തു കൊടുക്കാത്തതിന് കുപിതനായ മകൻ അപ്പനെ കെട്ടിയിട്ട് തല്ലി. എന്തേ? ദൈവത്തിൻ്റെ കൽപ്പന അവിടെ നിൽക്കുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം. ആ കൽപ്പന മക്കളോട് കൽപ്പിക്കുകയാണ്. മാതാപിതാക്കൾ എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും അവരെ മക്കൾ അനുസരിക്കണം. മാതാപിതാക്കൾ എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും അവരെ മക്കൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പന. മാതാപിതാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം അവരോട് ചോദിക്കും. അവരോട് ചോദിക്കാൻ മക്കളെ ദൈവം അനുവദിച്ചിട്ടില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന അച്ഛൻ പറഞ്ഞല്ലോ. അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അനുസരിക്കുക. ഇനി കർത്താവിൻ്റെ വചനം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നേ. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. പ്രിയമുള്ളവരെ, മറ്റൊരു കൽപ്പനയോട് കൂടി ചേർത്തു മാത്രമേ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുക, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ഇവിടെ കർത്താവ് പറയുന്നു, അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കണമെന്ന്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഗ്രഹം ഇതാ. മനുഷ്യ മക്കളെല്ലാവരും എന്നെ എപ്രകാരം ആരാധിക്കുന്നോ, സ്നേഹിക്കുന്നോ, അതുപോലെ ഞാൻ ഈ ലോകത്ത് ഈ മക്കൾക്ക് പിതാക്കന്മാരായിട്ട് മാതാക്കന്മാരായിട്ട് നൽകുന്നവരെയും മക്കൾ ബഹുമാനിക്കണം, സ്നേഹിക്കണമെന്ന്. കണ്ടോ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ദൈവം പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കണമെന്ന് മക്കളോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ദൈവം പറയുന്നില്ലേ, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. കാരണം എന്താ? മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കണം. നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ സാധിക്കും? പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ നിനക്ക് നൽകിയ, നിങ്ങൾക്ക് നൽകിയ, നമുക്ക് നൽകിയ ദാനം എന്താ? നമ്മുടെ അസ്തിത്വം. ദൈവം നമുക്ക് ജന്മം നൽകിയത് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണെങ്കിലും അവരിലൂടെ. നിന്റെ ഈ ലോക അസ്തിത്വത്തിന് നീ പ്രധാനമായി കടപ്പെട്ടിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ ഈ ലോകത്ത് നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട്. അവരെ ബഹുമാനിക്കണം, അനുസരിക്കണം, സ്നേഹിക്കണം മക്കൾ. ദൈവത്തിന് അവിടെ ഒരു ഒത്തുതീർപ്പുമില്ല. ഇനി മാതാപിതാക്കൾ വേണ്ടതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ആ സ്ഥാനം അവർക്ക് കൊടുത്ത ദൈവം ചോദിച്ചുകൊള്ളും. മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് എതിരായിട്ടുള്ള പാപങ്ങൾ, തെറ്റുകളുണ്ട്. മാതാപിതാക്കളെ അംഗീകരിക്കാതിരിക്കുക, മാതാപിതാക്കളെ തള്ളിപ്പറയുക, മാതാപിതാക്കളോട് കോപിച്ച് സംസാരിക്കുക, അവരോട് അവിജ്ഞാപൂർവം പെരുമാറുക, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുക. ബഹുമാനത്തിനെതിരാണ് ആ തെറ്റുകളൊക്കെ. ഇനി മാതാപിതാക്കളെ അനുസരിക്കണം, അതിനെതിരായ തെറ്റുകൾ, അവരുടെ ന്യായമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുക, ഉൾപകയോടെയോ നിശിതമായ വിമർശനത്തോടെയോ മാത്രം അനുസരിക്കുക, മതിയായ കാരണം കൂടാതെ വീട് വിട്ടു പോകുക. ഇനി മാതാപിതാക്കളെ സ്നേഹിക്കണം. ആ ഭാഗത്തിനെതിരായിട്ടുള്ള തെറ്റുകൾ, അവരോട് വെറുപ്പ് വെച്ച് പുലർത്തുക, അവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക, അവരെ ശപിക്കുകയോ അവരെ പറ്റി മോശമായി സംസാരിക്കുകയോ ചെയ്യുക, അവർക്ക് സംരക്ഷണം നൽകാതിരിക്കുക, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. എപ്പോഴാ മാതാപിതാക്കളുടെ ആത്മീയ കാര്യങ്ങൾ മക്കളേറ്റെടുത്ത് നടത്തേണ്ടത്? പ്രായമായി അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസരങ്ങളിൽ,
മക്കൾ വേണം അവരുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ മാന്യമായ ശവസംസ്കാരം നടത്താതിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരിക. അവരോട് എപ്രകാരമാണ് നാം പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നല്ല ദൈവത്തോട് മാപ്പ് ചോദിച്ചു കൊണ്ടേയിരിക്കുക. തിരുത്തേണ്ടത് തിരുത്തുക, കൊള്ളേണ്ടത് കൊള്ളുക. സുഭാഷിതം 30:17 പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണുകൾ മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ചില കുടുംബങ്ങളിൽ അരങ്ങേറുന്ന ഒരു നാടകമുണ്ടല്ലോ. അമ്മയും മക്കളും കൂടി ചേർന്ന് അപ്പനെ സൈഡാക്കുന്ന, ഒതുക്കി മൂലയിലാക്കുന്ന പ്രക്രിയ. അച്ഛൻ്റെ ജീവിതത്തിൽ അനേകം സംഭവങ്ങൾ, അനുഭവങ്ങളുണ്ട്. ഇനി ചിലയിടങ്ങളിൽ അപ്പൻ്റെ കാലശേഷം അമ്മയെ ഒതുക്കി അടുക്കളയിൽ മൂലയിലാക്കുന്ന പ്രത്യേകത. ഒരിക്കലൊരമ്മ പറഞ്ഞത് ഓർക്കുകയാണ്. ഭർത്താവ് കുടിയേറ്റ സമയം ഭർത്താവ് എല്ലാ വൃത്തികേടുകളും ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാം, വീടിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ ഒന്നും നോക്കില്ല. കഠിനമായി അധ്വാനിക്കും, മൂക്കറ്റം കുടിക്കും, 4 കാലിൽ വീട്ടിൽ വലിഞ്ഞു കയറി വരും. 4-5 കൊച്ചു മക്കൾ. കുഞ്ഞുങ്ങളെ നോക്കുക, കുടുംബത്തെ നോക്കുക, ഭർത്താവിനെ നോക്കുക. ഉത്തരവാദിത്വം മുഴുവൻ പാവപ്പെട്ട സ്ത്രീയുടെ തലയിൽ. അവൾ എല്ലാ പണിക്കും പോവും, ഏത് പണിയും എടുക്കും. കുഞ്ഞുങ്ങളെ പോറ്റണം, ഭർത്താവിനെ നോക്കണം, കുടുംബ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ആ സ്ത്രീ ചെയ്യാവുന്ന വേലകളൊക്കെ ചെയ്ത്, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, രോഗമാണെങ്കിലും രോഗമില്ലെങ്കിലും എല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ നല്ല മിടുക്കുള്ളവരാണ്. അവരെ പറ്റുന്നതിൻ്റെ പരമാവധി പഠിപ്പിച്ചു, നല്ല ജോലിയിലായി, പഠിക്കാൻ നല്ല മക്കൾ. ഇപ്പോൾ ആ അമ്മ ഏറ്റവും ഇളയവൻ്റെ കൂടി തറവാട്ടിലാണ് താമസിക്കുക. ഇളയവൻ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥനായ മകന് ഉദ്യോഗസ്ഥനായ ഭാര്യ, അവരുടെ ബന്ധുമിത്രങ്ങളും ആ ലെവലിലുള്ളത്, സമൂഹത്തിൽ ഉയർന്ന ശ്രേണിയിലുള്ളവർ. അവര് വല്ലപ്പോഴും കുടുംബ സന്ദർശനത്തിന്, സൗഹൃദ സന്ദർശനത്തിന് വീട്ടിൽ വരും. ഒരിക്കലും അമ്മ പറയേ, ആരെങ്കിലും പുറത്തു വന്നാൽ അച്ഛാ എനിക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള അനുവാദമില്ല. മക്കളോടിക്ക് അമ്മ എന്തിനാ കാണാൻ വന്നിരിക്കുന്നത്? അടുക്കളയിലേക്ക് പോ, ഉള്ളിലേക്ക് പോ, അമ്മയുടെ മുറിയിൽ ചെന്നിരിക്കുക, ഇവർ പോയിട്ട് വന്നാൽ മതി. കാരണം ഒന്നേ ഉള്ളൂ, ഇന്ന് അമ്മയ്ക്ക് കൂനുണ്ട്. അമ്മയെ കാണാൻ ഇന്ന് കൊള്ളില്ല. ചുക്കിച്ചുളിഞ്ഞിരിക്കുന്ന ദേഹം മുഴുവൻ, കൈ മുഴുവൻ വികൃതമായിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതിനപ്പുറവും ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. അമ്മയുടെ ശരീരം ഷേപ്പ് രൂപമില്ലാത്തതായിട്ട് മാറി. അമ്മ ഇറം വെച്ച് കണ്ണീരൊഴുക്കുകയാണ്. ഈ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരരുത് ആരെങ്കിലും ഉമ്മറത്ത് വരുമ്പോൾ. എന്നിട്ട് ഈ അമ്മയുടെ മുറിയിൽ കട്ടിലിൽ ചെറിയൊരു സ്റ്റൂളുണ്ട്. ആ മുറിയിൽ അവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ്, ഒരു സ്റ്റീൽ പാത്രമുണ്ട്. അത് ഇതെന്താ അമ്മേ? ഇതെനിക്ക് ഭക്ഷണം തരുന്നത്. അവിടെ നല്ല സമ്പത്തുള്ള കുടുംബമാണ്. മക്കളുടെ ഓർഡറാണ്. ഒരിക്കൽ നല്ലൊരു ഗ്ലാസ്സിൽ ഈ അമ്മ വെള്ളമെടുത്ത് കുടിച്ച് കൈ വിറച്ച് താഴെ പോയി വീണു പൊട്ടി. അന്ന് മുതൽ മകളുടെ ഓർഡറാണ്. ഇനി നല്ല ഗ്ലാസ്സുകളൊന്നും എടുക്കരുത്, നല്ല പ്ലേറ്റുകളൊന്നും എടുക്കരുത്, എപ്പോഴും മേടിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് പ്രത്യേകമായിട്ടൊരു സ്റ്റീലിൻ്റെ ഗ്ലാസും സ്റ്റീലിൻ്റെ പ്ലേറ്റ്. ഇതുപോലെ കണ്ണീരും ശാപവും വീണ അടുക്കളകൾ പല കുടുംബങ്ങളിലും ഉണ്ടാകാം. ഈ കണ്ണീർ കാണാതെ കണ്ണടച്ചാൽ ഒരിക്കലും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ ശബലമായ പല ആഗ്രഹങ്ങളും പ്രകടിപ്പിച്ചെന്നിരിക്കും, ഇല്ലേ? ദുശാഠ്യം, എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയില്ലാത്ത അവസ്ഥ, വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന പ്രത്യേകത. അങ്ങനെയുള്ളൊരു കുടുംബത്തെ എനിക്കറിയാം. അപ്പൻ മരിച്ചു,
അമ്മ ഏറ്റവും ഇളയവൻ്റെ കൂടെയാണ് തറവാട്ടിൽ. ഒരിക്കൽ ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ അമ്മ പറയുക, അവർക്ക് നല്ല സമ്പത്തുള്ളതാണ്. ഈ അമ്മയുടെ പ്രത്യേകത എനിക്കറിയാം. ഈ മോനും മോളും എന്ത് ചെയ്താലും എപ്പോഴും വായി വരുന്നൊക്കെ വിളിച്ചു പറയും. അവൻ നോക്കുന്നില്ല, അവൾ നോക്കുന്നില്ല, എനിക്കൊന്നും തരുന്നില്ല, വിഷമിട്ടാ തരുന്നത്, കഴിക്കാൻ പേടിയാ. ചെല്ലുന്ന എല്ലാവരോടും മകനെയും മകളെയും കുറ്റമല്ലാതെ മറ്റൊന്നും പറയാൻ ഈ അമ്മയ്ക്കില്ല. പ്രായത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. ഒരിക്കല് സഖി കെട്ടപ്പോ ഈ ഇളയ മകൻ അമ്മയോട് പറഞ്ഞു, തള്ളേ, കിട്ടുന്നത് വല്ലതും കഴിച്ചോണ്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം, ഇല്ലെങ്കിൽ ഞാൻ വല്ല അനാഥാലയത്തിലും കൊണ്ടു ചെന്നാക്കും, കാശ് കൊടുത്താൽ മതിയല്ലോ എന്ന്. ഈ അമ്മ ഏങ്ങലടിച്ച് കരയുക. അച്ഛാ, അവൻ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്. അച്ഛനറിയാമോ, ഞാനും ചാച്ചനും കൂടി കുടിയേറ്റ സമയത്ത് രാത്രിയും പകലും കിടന്ന് പണിതുണ്ടാക്കിയതാ ഇതൊക്കെ. അന്ന് കഴിക്കാനൊന്നുമില്ല അച്ഛാ, കാട്ടുകിഴങ്ങ് അതും ഇതൊക്കെ പറിച്ച് തിന്നതാ. ഈ കുഞ്ഞുങ്ങൾക്കറിയാമോ? എന്നിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെയോ പറയുന്നുവെന്ന് വെച്ച് എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാ. ഹൃദയം പൊട്ടിപ്പോവുകയാണ് അച്ഛാ. എന്തേ പ്രിയ മക്കളെ, മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ജീവിതത്തെ ഭാസുരമാക്കും, സുന്ദരമാക്കുമെന്ന് ഓർത്തിരിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വിലയുണ്ടെന്ന് തിരിച്ചറിയുക. അത് സ്വത്തിനേക്കാൾ വിലയേറിയതാണെന്ന് തിരിച്ചറിയുക. മാതാപിതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും നേടിയെടുക്കുന്നവൻ സ്വന്തം ഭാവിയെ ഭാസുരമാക്കുന്നുവെന്ന് തിരിച്ചറിയുക. അവൻ വരും തലമുറകളെ കൂടി അവൻ അനുഗ്രഹ സമ്പന്നമാക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. മാതാപിതാക്കളോട് ഏത് രീതിയിലാണ് നാം ഇടപഴകുന്നത് എന്ന്, അവരെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യുന്നത് എന്ന് നാം ഒരു നിമിഷം ഓർത്തു നോക്കുക. പിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. മക്കളെ, കുടുംബത്തിൻ്റെ അടിത്തറ, നിന്റെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളകുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ കണ്ണീര് നിന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ ചപലമായ പല ആഗ്രഹങ്ങളും പ്രകടിപ്പിച്ചെന്നിരിക്കും. ദുശാഠ്യം, സംതൃപ്തിയില്ലായ്മ, എന്തിനും വിമർശനം, എന്ത് ചെയ്തു കൊടുത്താലും പ്രശ്നം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു മക്കളിൽ നിന്നും എന്തു വില കൊടുത്തും മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കണം. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വിലയുണ്ടെന്ന് കർത്താവ് പറയുന്നു. അത് സ്വത്തിനേക്കാൾ വിലയേറിയതാണെന്ന്. അത് നേടിയെടുക്കുന്നവൻ സ്വന്തം ഭാവിയെ ഭാസുരമാക്കുന്നു, വരും തലമുറകളെ കൂടി അനുഗ്രഹ സമ്പന്നമാക്കുന്നു. സുഭാഷിതം 20:20 അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. എന്തൊരു ഭയാനകമായ തിരുവചനമാണ്! എത്ര വലിയ മുന്നറിയിപ്പാണ് നൽകുക. കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോയാലുള്ള അവസ്ഥ ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളും കുടുംബങ്ങളും ഗതി പിടിക്കില്ല എന്നല്ലേ? അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്ന്, അവന് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന കർത്താവ് ഓർമ്മിപ്പിക്കുക. കൺഫ്യൂഷ്യസ് ഒരിക്കൽ പറഞ്ഞു, ഇക്കാലത്ത് പുത്രധർമ്മമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആഹാരം കൊടുക്കുക എന്നു മാത്രമാണ് ജനങ്ങൾ ധരിച്ചു വച്ചിട്ടുള്ളത്. പക്ഷേ അയാളുടെ നായ്ക്കൾക്കും കുതിരകൾക്കും ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ. അയാൾ അവരോട് ആദരവ് കാണിച്ചില്ലെങ്കിൽ ആ മൃഗങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്? പ്രിയ മക്കളെ, നമ്മെ പോലെയുള്ള ഒരു വ്യക്തിയുടെ, ഒരു ചിന്തകന്റെ ചിന്തയാണത്. എന്താണ്? ഇക്കാലത്ത് പുത്രധർമ്മം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആഹാരം കൊടുക്കുക എന്ന് മാത്രമാണ് ജനങ്ങൾ ധരിച്ചിട്ടുള്ളത്. പക്ഷേ അയാളുടെ നായ്ക്കൾക്കും കുതിരകൾക്കും ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ എന്ന്.
അയാൾ അവരോട് ആദരവ് കാണിച്ചില്ലെങ്കിൽ ആ മൃഗങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് സ്വന്തം ജീവിതങ്ങളെ പരിശോധിക്കാം. മാതാപിതാക്കളെ ദൈവത്തിനും മക്കൾക്കും മധ്യേ നിർത്തിക്കൊണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 16 വരെ നമ്മിൽ പലരും വായിച്ചിട്ടുള്ളതാകാം. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രിയ മക്കളെ, എന്താ കർത്താവിൻ്റെ വചനം? പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നുവെന്ന്. ദൈവമാണ് മനുഷ്യൻ്റെ പാപം മോചിക്കുക. ദൈവം നിന്റെ പാപങ്ങൾ മോചിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ ഇതാ: നീ നിന്റെ പിതാവിനെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നിട്ട് ദൈവവചനം തുടരുന്നത് ഇതാണല്ലോ: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കണ്ടോ, മാതാപിതാക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മക്കളുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക എന്ന്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. പ്രിയ മക്കളെ, ഓർക്കണമേ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ മനസ്സില്ലാത്ത മക്കള് ദൈവത്തെ ബഹുമാനിക്കുന്ന വ്യക്തികളല്ല, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളല്ലെന്ന് ദൈവവചനം പറയുക. ഇനി കർത്താവിനെ അനുസരിക്കുന്ന മക്കൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന്? ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. ദൈവത്തെ അനുസരിക്കുന്ന മക്കളുടെ വലിയൊരു ലക്ഷണമായിട്ട് ദൈവം കാണുന്നത് ദാസരെ പോലെ അവർ മാതാപിതാക്കളെ സേവിക്കും. നമുക്കറിയാമല്ലോ, തിരുവചനം പറയുന്നത് പരിശുദ്ധാത്മാവായ ദൈവം എങ്ങനെയുള്ള പ്രത്യേകതയുള്ളവരിലേക്കാണ് വന്ന് നിറയുക എന്ന്. ദാസന്റെ പ്രത്യേകതയുള്ളവരിലേക്ക്, മക്കളുടെ പ്രത്യേകതയുള്ളവരിലേക്ക്, ശിശുക്കളുടെ പ്രത്യേകതയുള്ളവരിലേക്ക്. ദൈവം പറയുന്ന കാര്യം കേട്ടില്ലേ? എന്നെ അനുസരിക്കുന്നവൻ മാതാപിതാക്കളെ സേവിക്കുമെന്ന്. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. മക്കൾ ഓർത്തുകൊള്ളണമേ, മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് ഒപ്പിടുന്നത്, ഒപ്പ് ചാർത്തുന്നത് സർവശക്തനായ ദൈവമാണ്. ഓർക്കുക, നിന്റെ അപ്പനും അമ്മയും കണ്ണടയ്ക്കുന്നതിന് മുൻപ് പിതാവിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹം നേടിയെടുക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുമെന്ന വചനം പറയുക. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്ന് വചനം പറയുന്നു. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാവും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാവരുത്. നിനക്ക് ജന്മം നൽകിയ പിതാവായ ദൈവത്തിന് ഇഷ്ടമായത് എന്താ? പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. അനാഥാലയങ്ങളിൽ കൊണ്ടുവന്നാക്കരുതെന്ന്, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാകരുതെന്ന് മക്കളോട് കൽപ്പിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ആയിരിക്കുക. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്, അപ്പനെയും അമ്മയെയും. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല.
പാപങ്ങളുടെ കടം വീട്ടുന്ന